കൂടെ പറഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ കൂടെയോട് ചോദിച്ചു ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നല്ല ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്, അവിടെ നല്ല രസമുള്ളൊരു ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് കഴിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ചെറിയൊരു ചായക്കട എന്ന് വേണേൽ പറയാം, നാടനൊരു ചായക്കട അവിടെ ചെന്ന് കയറി. അവിടെ ഒരു സാധനം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. അത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ നമുക്ക് പരിചയമുള്ള കക്ഷിയാണ്, ചപ്പാത്തിയാണ്. പക്ഷെ അത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ചപ്പാത്തി പരത്തിയിട്ട് ഒന്നിനു മേലെ, അതായത് ഒരു കല്ലുണ്ടല്ലോ, ചപ്പാത്തി ചുടുന്ന കല്ല്, ഈ കല്ലിൽ ഒരു ചപ്പാത്തിയല്ല, ഇത്തിരി എണ്ണയൊക്കെ പരട്ടിട്ട് ഒരു ചപ്പാത്തി വെക്കും, അതിൻ്റെ മുകളിൽ ഇത്തിരി എണ്ണ പരട്ടിയിട്ട് അടുത്ത ചപ്പാത്തി വെക്കും, അതിൻ്റെ മുകളിൽ ഇത്തിരി നെയ്യോ എണ്ണയോ പരട്ടിയിട്ട് മൂന്നാമതൊരു ചപ്പാത്തി വെക്കും, അതിന് 3 ചപ്പാത്തി ഇങ്ങനെ മുകളിൽ വെച്ചിരിക്കും. എന്നിട്ട് അതിനെ മറിച്ചിടും, എന്നിട്ട് നടുക്കത്തേനെ എടുത്ത് മുകളിൽ വെക്കും, എന്നിട്ട് ഒന്നുകൂടെ മറിച്ചിടും. ഇങ്ങനെ 1 by 1 ആയിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചിട്ട് 3 ചപ്പാത്തി ഒരേ സമയം ചുട്ടെടുക്കുന്നൊരു ടെക്നോളജിയാണ്. അതും ഓർഡർ ചെയ്തു. അപ്പോൾ കൂടെ എൻ്റെ അടുത്ത് എന്നിട്ട് എനിക്ക് പരിചയപ്പെടുത്തി തരികയാണിത്. ഇതിൻ്റെ പേരാണ് ചപ്പാത്തി, ഇത് ഇന്ത്യക്കാർ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ക്ലാസ് എടുത്തു ചപ്പാത്തിക്ക്. 3 നേരം ചപ്പാത്തി തിന്നുന്നത് നമ്മളോട്.